ഓക്കെ, റെക്കോർഡിംഗ് ഓൺ ആണ്. ഓക്കെ ടീച്ചർ ഓക്കെ ഷീജ മിസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ മിസ്സേ. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. പ്രസന്റ് ആണോ? ഓക്കെ ഓക്കെ. Good morning to all. Welcome to online classes coordinated by Sita Kalamasheri. Today we have a section of course Therapeutic Equipments for S5 Biomedical Diploma students. We have faculty Ms. Shrija T.S. lecturer, GPTC Trikripur, along with us for handling this section. Welcome Ms. to this section. Thank you. Okay, shall we start? Thank you. മിസ് അതൊന്ന് PPT സ്ലൈഡ് ഷെയർ ഇട്ടാല് സ്ലൈഡ് ഷോ ഇട്ടേക്കൊന്ന്. ഓ ഏതിലാ മിസ്? വ്യൂവിലുണ്ടാവും മിസ്സേ, അല്ലെങ്കിൽ താഴെ ഒരു വ്യൂവില് സ്ലൈഡ് ഷോ. ഓക്കെ 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 കുറച്ച് that's no problem. ഓക്കെ മിസ്സേ, കാണുന്നുണ്ടോ? ഓക്കെ ആണ്, ഇപ്പോൾ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ Okay. Okay. Morning, everyone. Hope you guys have a very good week. Myself, Shrija, in Biomedical Engineering at EKNM Polytechnic College, Kasaragod. We need to start diathermy, something regarding before class, like previous class. We need to do a quick review on that. ആര്യ ഇന്ദ്രജ എന്ന് പറയുന്ന മിസ് നിങ്ങൾ ആ ഒരു മോഡ്യൂൾ സെക്കൻഡ് മോഡ്യൂൾ ചെയ്തിട്ടുണ്ടാകും, ഡയതെർമി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡയതെർമിയുടെ റിവ്യൂ നമുക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ എൻ്റെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത്, മെയിൻ അജണ്ട ടുഡേ ഈസ് ഡയതെർമിയുടെ ഹീറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ സർജിക്കൽ ആപ്ലിക്കേഷൻ ആസ് വെൽ ആസ് ദ തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷനെ കുറിച്ചുള്ളൊരു എക്സ്പ്ലനേഷൻസ് ആണ്. If we finish diathermy in 1 hour or in 15 minutes or 30 minutes, we need to go the next topic later. അപ്പോൾ ആരാണ് ഞാൻ മെയിൻലി നോക്കുന്നത്? ഡയതെർമിയുടെ ഒരു ക്വിക്ക് റിവ്യൂ നമുക്ക് പോകാം. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ത്രൂ ഹീറ്റിംഗ് എന്നാണ്. അതായത് ഹീറ്റിംഗ് ആപ്ലിക്കേഷൻ വഴി, അതായത് ഒരു ഹീറ്റിംഗ് എഫക്റ്റ് നമ്മുടെ ടിഷ്യൂസിൽ ഉണ്ടാക്കുന്നത് വഴി ഒരു പെയിൻ റിലീഫ് ചെയ്യുക എന്നുള്ളതാണ് തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷൻ. ഇൻ സർജിക്കൽ ആപ്ലിക്കേഷനിൽ ഹൈ റേഡിയോ ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി കറണ്ട്, ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ സർജറി ആപ്ലിക്കേഷൻസ് ചെയ്യുക. അത് സർജറി എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട്, കോയാഗുലേറ്റ് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പഠിക്കുന്നത് തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് ഒരു പെയിൻ റിലീഫ് ചെയ്യുക എന്നുള്ളതാണ്. അത് 3 തരം മെത്തേഡാണ് ഉള്ളത്. ഫസ്റ്റ് ഒരു ഡയതെർമി എന്ന് പറഞ്ഞാൽ ആ വേർഡ് ഇറ്റ്സ് കമ്മിങ് ഒരു ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ ഒരു മീനിങ് എന്ന് വെച്ചാൽ ത്രൂ ഹീറ്റിംഗ് എന്നാണ്. ഡയതെർമി യൂസസ് ഹൈ ഫ്രീക്വൻസി ഇലക്ട്രിക് കറണ്ട് ടു പ്രൊഡ്യൂസ് ഹീറ്റ് ഇൻ എ ഡീപ് സീറ്റഡ് ടിഷ്യൂസ്. അതായത് നമ്മളൊരു ഹീറ്റിംഗ് കൊടുക്കുമ്പോൾ ടിഷ്യൂസിനകത്ത് ഒരു ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു ഹീറ്റിംഗ് എഫക്റ്റിൻ്റെ ഫലമായിട്ട് നമുക്ക് പെയിൻ റിലീഫ് ഉണ്ടാകുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് 3 തരത്തിലുള്ള ഡയതെർമീസ് ആണ് ഇൻഡസ്ട്രിയിൽ നൗ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് വേവ് ഡയതെർമി,
മൈക്രോവേവ് ഡയത്തർമി, അൾട്രാസൗണ്ട് ഡയത്തർമി. ഓരോ ആപ്ലിക്കേഷനും യൂസ് ചെയ്യുന്നത് ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പെയിൻ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് നമ്മുടെ പാർട്ട് ഓഫ് ഇൻട്രസ്റ്റ്, ഏത് ഭാഗത്താണ് പെയിൻ ഉള്ളത്, അല്ലെങ്കിൽ ആ പെയിനിന്റെ തീവ്രത എത്രയാണ് എന്നുള്ളതനുസരിച്ച് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ ഷോർട്ട് വേവ് ആണോ, മൈക്രോവേവ് ആണോ, അൾട്രാസൗണ്ട് ആണോ എന്ന് ഉപയോഗിക്കുന്നതെന്ന്. അത് ഫിസിഷ്യനാണ് പറയുന്ന പോലെ തന്നെ അത് വളരെ ഷോർട്ട് ആയിട്ടുള്ള പൾസസ് ആയിരിക്കും. എന്തിന്റെ ആയിരിക്കും? ഹൈ ഫ്രീക്വൻസി ഇലക്ട്രോ മാഗ്നറ്റിക്. അത് എന്ത് ചെയ്യും? ടു ജനറേറ്റ് ഹീറ്റ് ഇൻ ദ ടിഷ്യൂസ്. മൈക്രോവേവ്, ഒബിയസ്ലി ദ ഇൻപുട്ട് ഈ മൈക്രോവേവ്. മൈക്രോവേവ് ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കൺവേയിങ് എക്യുപ്മെന്റ്സ് ഉണ്ടാവും. ആ എക്യുപ്മെന്റ്സ് വഴി പേഷ്യന്റ് ബോഡിയിലേക്ക് കൊടുക്കുന്നു, പാർട്ട് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് കൊടുക്കും. അൾട്രാസൗണ്ട് ഇസ് ദ സെയിം വേ. അത് അൾട്രാസൗണ്ട് ഡയറ്റമിൽ സൗണ്ട് വേവ്സ് ആണ് ഡീപ്പ് ആയിട്ടുള്ള ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുക. ഇനി ഫസ്റ്റ് ഓരോന്നായിട്ട് നോക്കും എന്താണ്. ഷോർട്ട് വേവ് ഡയത്തർമിൽ നമുക്ക് 2 കമ്പോണന്റ് ഉള്ളത് മെയിൻലി. ഈ RF ഓസിലേറ്റർ ആൻഡ് ഇലക്ട്രോഡ്, ഇങ്ങനെ ഉള്ളത്. ഈ RF ഓസിലേറ്റർ ഹൈ കറൻസ് ത്രൂ ഇലക്ട്രോഡ്സ് വിശ്വസിക്കുന്നു. ഈ സബ്ജക്ട് അതോ പറഞ്ഞോളൂ. മിസ്, ബാൻഡ്വിഡ്ത്ത് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. വീഡിയോ ഓഫ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. വോയിസ് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. വീഡിയോ ഓഫ് ചെയ്തോ മിസ്? അപ്പൊ ഓക്കെ. അതുപോലെ സ്ലൈഡിലൊരു എന്താണ് കമന്റ് ബോക്സ് കിടക്കുന്നുണ്ട്, സ്ലൈഡ് ഷോ. അത് ജസ്റ്റ് ക്ലോസ് ചെയ്തേക്കോ. കാണുന്നുണ്ടോ? അതെ. യെസ്. ഏറ്റവും ടോപ്പിൽ ജസ്റ്റ് ഒന്ന് മൗസ് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാനൽ കിട്ടും. അയ്യോ, ആപ്ലിക്കേഷൻ ഷെയറിംഗ് പോയല്ലോ. ആപ്ലിക്കേഷൻ ഷെയറിംഗ് പോയോ മിസ്? ഓക്കെ, ഇപ്പൊ ഷെയർ ആവുന്നുണ്ട്. വെയിറ്റ്. ഞാൻ എന്നാല് അപ്പുറത്തേക്കൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇല്ല, വലിയ ഇഷ്യൂ ഇല്ല മിസ്സേ. ആ വീഡിയോ ഓഫ് ചെയ്താൽ മേബി ഇഷ്യൂ ആവും. ജസ്റ്റ് ഏറ്റവും ടോപ്പിൽ മൗസ് ചെല്ലുമ്പോഴേ ഡ്രാഗ് ചെയ്താൽ മതി ടോപ്പില്. അപ്പൊ ഒരു പാനല് ഡ്രോപ്പ് ഡൗൺ ആവും. വീഡിയോ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല ഷിജ മിസ്സിന്? ഇല്ല, ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. മിസ്സിന് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്നും ചെയ്യാവോ? എനിക്ക് ചെയ്യത്തില്ല. അത് മൗസ് പാനലിന്റെ മുകളിൽ അല്ലെങ്കിൽ താഴെ നോക്ക്. ചിലർക്ക് താഴെയാണ് വരുന്നത്. ഒന്ന് മൗസ് കൊണ്ടൊന്ന് പോയിന്റ് ചെയ്ത് നോക്ക്. എപ്പോഴും കുറെ പാനൽസ് പോപ്പപ്പ് ചെയ്യും. മൈക്ക്, ക്യാമറയുടെ ഐക്കൺസ് ഉള്ള ഒരു പാനൽ പോപ്പപ്പ് ചെയ്യും. അത് കാണിക്കുന്നുണ്ട് വീഡിയോ അങ്ങനെ പറഞ്ഞിട്ട്. അതിനകത്ത് ആ ക്യാമറയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. പെർഫെക്റ്റ്ലി ഓക്കെ. കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ, അത് സ്ക്രീൻ ആക്റ്റീവ് ആവുന്നില്ല. ഇപ്പൊ നമ്മൾ ഡയതെർമിയെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടിരുന്നത്. ഷോർട്ട് വേവ് ഡയതെർമി, അതിൻ്റെ ഒരു ഹീറ്റ് ആപ്ലിക്കേഷൻ പറഞ്ഞിരുന്നു. ഹീറ്റ് ആപ്ലിക്കേഷൻ അത് റിലീഫ് ചെയ്യുന്നെന്ന് പറഞ്ഞു, പെയിൻ റിലീഫ് ചെയ്യുന്നെന്ന് പറഞ്ഞു. ഓരോ ആപ്ലിക്കേഷനും നമ്മൾ യൂസ് ചെയ്യുന്നത്
അതിൻ്റെ ഒരു പാർട്ട് ഓഫ് ഇൻട്രസ്റ്റും നമ്മുടെ റേറ്റ് ഓഫ് അനുസരിച്ച് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു. ഇതിൽ പക്ഷേ എൻ്റെ മൗസ് ആക്റ്റീവ് ആണ്. ഓക്കെ ആക്റ്റീവ് ആണ്. മിസ് കണ്ടിന്യൂ ചെയ്തോ, നോ പ്രോബ്ലം. ഇതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഷോർട്ട് വേവ് ഡയതെർമി എന്ന് പറഞ്ഞു. അതിൽ 2 കമ്പോണൻ്റാണ് ഉള്ളത്, മെയിൻലി RF ഓസിലേറ്റർ ആൻഡ് ഇലക്ട്രോഡ്. ഈ RF ഓസിലേറ്ററിലാണ് ഹൈ ഫ്രീക്വൻസി ഇലക്ട്രോ മാഗ്നറ്റിക് കറണ്ട് ഫോം ചെയ്തിട്ട് ത്രൂ ഇലക്ട്രോഡ്സ് വഴി നമ്മുടെ സബ്ജക്റ്റ് ബോഡിയിലേക്ക് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു സർജിക്കൽ പ്രൊസീജിയർ നമ്മൾ നെക്സ്റ്റ് ഒരു സ്കെമാറ്റിക് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് അറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ ഓഫ് ഷോർട്ട് വേവ് ഡയതെർമി 27 മെഗാഹെർട്സ്. ഈ 27 മെഗാഹെർട്സ് റേഞ്ചിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ് നമ്മൾ ഈ ഒരു പെയിൻ റിലീഫിന് ഷോർട്ട് വേവ് ഡയതെർമിയിൽ കൊടുക്കുക. അതിൽ അതിൻ്റെ ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് ബയോളജിക്കൽ എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബയോളജിക്കൽ എഫക്ട്സ് ഉണ്ടാക്കുന്നത് കൊണ്ടാണല്ലോ നമുക്ക് പെയിൻ റിലീഫ് ചെയ്യുന്നുള്ളത് അറിയുന്നത്. ഇതിൽ വെറ്റ് ടവൽസ് ആണ്, അതായത് നമ്മൾ ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ട് നോട്ട് വി ഗിവിങ് ഡയറക്ട്ലി ടു ദ ബോഡി, വി ഗിവിങ് വെറ്റ് ടിഷ്യൂസിൽ അല്ലെങ്കിൽ വെറ്റ് ടവൽസ് ഇട്ടിട്ട് അങ്ങനെ അതിൻ്റെ പുറത്താണ് ഈ ഒരു ഹീറ്റ് ആപ്ലിക്കേഷൻ ചെയ്യുക. ഇതിൽ നിങ്ങൾ കാണുന്നുണ്ട് ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ പേഷ്യൻസ് വരുന്നത് എന്തിനാ, ഒരു ഗുഡ് ക്വാളിറ്റി കെയർ ആണ് അല്ലേ. ആ ഗുഡ് ക്വാളിറ്റി കെയർ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്, സേഫ്റ്റി കൺസേൺസ് ഈസ് ദെയർ. അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഒരു പ്രൊസീജിയറിൽ നമുക്ക് മനസ്സിലാവും ഉണ്ട്, ടവൽസ് ഉണ്ട്, കോയിലുണ്ട്, ഷോർട്ട് വേവ് ഡയതെർമി മെഷീൻ ഉണ്ട്. ഈ വുഡ് ടേബിൾ എന്ന് പറയുന്നത് ഷോക്ക് പോലുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഷോർട്ട് വേവ് ഡയതെർമിയെ കുറിച്ചുള്ള ഒരു വളരെ ഷോർട്ട് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ SWD എന്ന് പറഞ്ഞാൽ ഷോർട്ട് വേവ് ഡയതെർമി എന്നാണ് ഷോർട്ട് ഫോമിൽ എഴുതിയേക്കുന്നത്, അബ്രിവേറ്റഡ് ആയിട്ട്. അതിൽ പ്രൊഡ്യൂസിങ് തെറാപ്യൂട്ടിക് ഹീറ്റ് ഇൻ ദ ടിഷ്യൂസ് റേഡിയോ വേവ്സ് ഓഫ് ഹൈ ഫ്രീക്വൻസി. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഹൈ ഫ്രീക്വൻസി റേഡിയോ വേവ്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 3 kHz to 300 MHz ആണ്. വേവ് ലെങ്ത് എന്ന് പറയുന്നത് 11 കിലോമീറ്റർ ആണ്. 11 കിലോമീറ്റർ ടു 100 കിലോമീറ്റർ എന്നുള്ളത് 1 മീറ്റർ ടു 100 കിലോമീറ്റർ. ഇനി ഷോർട്ട് വേവ് ഡയതെർമി മെഷീന് യൂസ്ഡ് ബൈ ഫിസിയോതെറാപ്പി യൂട്ടിലൈസ് ദ ഫ്രീക്വൻസി ഓഫ് 27.12 MHz ആൻഡ് വേവ് ലെങ്ത് ഓഫ് 11 മീറ്റർ. അതായത് അതിൻ്റെ ഒരു ഫിസിയോതെറാപ്പി ആപ്ലിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 27.12 MHz റേഞ്ചിലുള്ള ഫ്രീക്വൻസീസ് ആണ്. ഇത് ജനറേറ്റ് ചെയ്യുകയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നത്. 2 തരത്തിലുള്ള മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണ് ഷോർട്ട് ഡയതെർമിയിലുള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷോർട്ട് വേവ് കൊടുക്കുക. അതിൻ്റെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രിസ്ക്രിപ്ഷൻ ബൈ ദ ഡോക്ടർ എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് വന്ന രണ്ടാമത്തെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പൾസ്ഡ് ഷോർട്ട് വേവ്. അതായത് ഷോർട്ട് വേവിൻ്റെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ പൾസ്ഡ് ആണ്. അതായത് നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഹീറ്റ് ജനറേഷനും ഇല്ല, ഡിസ്ട്രിബ്യൂഷനും ഇല്ല. അതിനെ ഒരു കണ്ടിന്യൂസ് മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയില്ല, അതിനെ പൾസ്ഡ്. ഒരു ചെറിയ ഡിലേഡ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, പെയിൻ റിലീഫിന് കൊടുക്കുന്നതെങ്കിൽ അതിന് പൾസ്ഡ് മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയും. 2 തരത്തിലുള്ള ഇലക്ട്രോഡ് പ്ലേസ്മെൻ്റ് ആണ് ഉള്ളത്. നമ്മൾ പാഡിൽസ് വഴിയാണ് കൊടുക്കുക. അങ്ങനെയെന്നുണ്ടെങ്കിൽ 2 തരത്തിലാണ് ഉള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് ആപ്ലിക്കേറ്റർ, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് കോയിൽ ആപ്ലിക്കേറ്റർ. ഇതിൽ കപ്പാസിറ്റീവ് ആപ്ലിക്കേറ്ററിൽ നമുക്ക് ആ വേർഡ് ഒരു ഡിസൈൻ എങ്ങനെയാണ്, രണ്ട് കപ്പ് എന്താ പറയുക ഡിസ്ക് ഉണ്ടാവും, അതിനിടയ്ക്ക് ഒരു ഡയലക്ട്രിക് മീഡിയം ഉണ്ടാകും. നമ്മുടെ ഇവിടുത്തെ ഡിസ്ക് എന്ന് പറയുന്നത് ഈ 2 ഇലക്ട്രോഡ് പാനൽസ് ആണ്. ഒരു ഇലക്ട്രോഡ്, ഇത് അടുത്ത ഇലക്ട്രോഡ്. നമ്മുടെ ഹാൻഡ്, റിസ്റ്റ്, ലിംബ് പോലുള്ള സ്ഥലങ്ങളിലാണ് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. ഇതിലതെ ഇവിടെ ഡയതെർമി ജനറേറ്റർ ഉണ്ട്, അതിന് 2 ഇലക്ട്രോഡ്സ് ഇവിടെ കണക്ട് ഉണ്ട്. ഇറ്റ്സ് ലുക്ക് ലൈക്ക് കപ്പാസിറ്റർ അല്ലേ. ഈ ഒരു ഡയലക്ട്രിക് മീഡിയമിലാണ് നമ്മുടെ ഏതിരിക്കുക, പാർട്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇരിക്കുക. അപ്പോൾ ഈ ഇങ്ങനെയായിരിക്കും ഒരു ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുക. ഇതിനെന്താ നമ്മൾ പറയാന്ന് വെച്ചാൽ കപ്പാസിറ്റീവ് ആപ്ലിക്കേറ്റർ എന്ന് പറയും. അതായത് അതിൻ്റെ ഇലക്ട്രിക്കലി ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഇത് ലിംബാണ് ഈ കാണിച്ചേക്കുന്നത് ഈ ഡയലക്ട്രിക് മീഡിയത്തിൽ. അതിനകത്തുള്ള ഒരു ഇലക്ട്രിക്കൽ ഇൻഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ ഒരു ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത്
ാണ് ഈ ആരോ ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചേക്കുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് കോയിൽ, അതായത് നമ്മൾ വൗണ്ട് ചെയ്യും, ഇതിങ്ങനെ വൗണ്ട് ചെയ്യും കോയിൽ പോലെ. ഡയതെർമി മെഷീനിൽ ഇതിങ്ങനെ ഒരു കോയിൽ ടൈപ്പ് ആയിരിക്കും വെച്ചേക്കുന്നത്. അതിന് എന്താ പറയുക, ആ മെത്തേഡിന് നമ്മൾ പറയുന്നത് ഇൻഡക്റ്റീവ് കോയിലാണ്. ഈ സൈഡിലേക്ക് കാണിച്ചേക്കുന്ന സ്കെമാറ്റിക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് ഈ കാണിച്ചേക്കുന്നത്. നമ്മൾ നേരത്തെ ഈ ഒരു സ്കെമാറ്റിക് ഇയാൾ വെച്ചേക്കുന്നുണ്ടോ, ഇയാൾക്ക് ബാക്ക് പെയിൻ ആണ്. അപ്പോൾ വെറ്റ് ടവലിൻ്റെ പുറത്ത് കോയിൽ ടൈപ്പ് സാധനം വെച്ചേക്കുന്നത് കണ്ടോ. അപ്പോൾ അതാണ് പെയിൻ റിലീഫിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെ ചലഞ്ചസ് ആണ് ഒരു ഷോർട്ട് വേവ് ഡയതെർമി മെഷീൻ ഉള്ളത് എന്ന് വെച്ചാൽ, ഈസി ആയിട്ട് പറയാം. ഇപ്പോൾ ഒരാൾ ഭയങ്കര തടിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ, ഫാറ്റി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, അയാളുടെ സ്കിൻ ടിഷ്യൂസിലുണ്ടല്ലോ ഫാറ്റ് ആവും. അപ്പോൾ ആ ഒരു സബ്ക്യൂട്ടേനിയസ് ലെയറിലേക്ക് ഫാറ്റി ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഹീറ്റ് ഡെലിവറി ചെയ്യുമ്പോഴത്തേനും അത്രത്തോളം ഒരു എഫക്റ്റിൽ കിട്ടില്ല. ഒരു കോമൺ സെൻസ് കാര്യമാണ്. അതായത് ചലഞ്ച് പറയുന്നത്, ഒരു ഫാറ്റി ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ സബ്ക്യൂട്ടേനിയസ് ലെയറിലേക്ക് എന്ത് പോവില്ല, ഹീറ്റ് പോവില്ല എന്നുള്ളത്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലക്ട്രോഡ്സിൻ്റെ പ്ലേസ്മെൻറ്റ്. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ ബയോമെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോഡ്സിൻ്റെ പ്ലേസ്മെൻ്റ് ആയിക്കോട്ടെ, ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ പ്ലേസ്മെൻ്റ് ആയിക്കോട്ടെ, ഇതുമാതിരി ഉള്ള ഡെലിവറി ഓഫ് ഹീറ്റ് നമ്മൾ ത്രൂ ഇലക്ട്രോഡ്സ് കൊടുക്കുമ്പോൾ അൺഈവൻ ആയിരിക്കും. അതായത് പേഷ്യൻ്റ് അനങ്ങുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒരു ക്ലോസ്ഡ് സർക്കിളിലുള്ള ഒരു കോണ്ടാക്ട് അവിടെ കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ അൺഈവൻ കോണ്ടാക്ട് എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ഈ നമ്മളൊരു ഇലക്ട്രോഡ് കൊടുക്കുന്ന സമയത്ത് ഇഫ് ഇറ്റ് ഈസ് ഈവൻ ആണെങ്കിൽ അൺകൺട്രോൾഡ് ഡെലിവറി ഓഫ് ഹീറ്റ് ആണ് അവിടെ നടക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എയിം ചെയ്യുന്ന പോർഷൻ ഉണ്ടാവുമല്ലോ, അതിന് നമ്മൾ ടാർഗറ്റഡ് ടിഷ്യൂസ് നമുക്ക് പറയാം. ആ എയിം ചെയ്യുന്ന ടിഷ്യൂസിലേക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, പക്ഷെ സറൗണ്ടിങ് ടിഷ്യൂസിനൊക്കെ അത് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അൺഈവൻ ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ആണ് എങ്കിൽ. ഇതാണ് അതിൻ്റെ ഒരു. ഇപ്പോൾ ഷോർട്ട് വേവ് ഡയതെർമി എന്താണെന്ന് പറഞ്ഞു. RF ഓസിലേറ്റർ ഉണ്ട്, ഇലക്ട്രോഡ്സ് ഉണ്ട്. അതൊന്ന് രണ്ട് തരത്തിലുള്ള ആപ്ലിക്കേറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ? ഇൻഡക്റ്റീവ് ഉണ്ട്, കപ്പാസിറ്ററും ഉണ്ട്. കപ്പാസിറ്റീവ് ആപ്ലിക്കേറ്ററും ഇൻഡക്റ്റീവ്. അതിൻ്റെ ഒരു ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ആയിട്ടുള്ള ഒരാളാണെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ലെയറിലേക്ക് ഹീറ്റ് ഡയറക്റ്റ് എത്തില്ല. എന്താ, അത് ഒരു ഡീപ്പ് ലെയർ ടിഷ്യൂസിലെ നമ്മൾ കൊടുക്കുന്ന ഒരു ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോട്ട് എഫക്റ്റീവ് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞതോ, അൺഈവൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡെലിവറി ഓഫ് ഹീറ്റ്. അതിനെന്താ, ടാർഗറ്റ് ചെയ്യുന്ന സംടൈംസ് ഇൻസ്റ്റെഡ് ഓഫ് ടാർഗറ്റ് ടിഷ്യൂസ് സറൗണ്ടിങ് ടിഷ്യൂസ് ഗെറ്റ്സ് എഫക്റ്റഡ് അല്ലേ. അതാണ് ചാലഞ്ചസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന പോലെ മൈക്രോവേവ് ഡയതെർമി. ഒബ്വിയസ്ലി ദ ഇൻപുട്ട് ഈസ് മൈക്രോവേവ് അല്ലേ. മൈക്രോവേവ് ജനറേറ്റ് ചെയ്യുന്നു. അത് ഒരു ഇലക്ട്രോഡ്സ് അല്ലെങ്കിൽ വാൾസ്, കോആക്സിൽ കേബിൾസ് വഴി നമ്മൾ പേഷ്യൻ്റ് ബോഡിയിലേക്ക് കൊടുക്കുന്നു. നമ്മൾ ആദ്യം മൈക്രോവേവിൻ്റെ ഒരു പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് പറയാം. ദ വേവ്സ് ആർ ഒബ്റ്റൈൻഡ് ബൈ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വാൾവ് കോൾഡ് മാഗ്നട്രോൺ. മാഗ്നട്രോൺ ആണ് എന്ത് ജനറേറ്റ് ചെയ്യുക? മൈക്രോവേവ് ജനറേറ്റ് ചെയ്യാം. The output is carried to a small aerial and microwaves are emitted. ഇത് ക്യാരി ചെയ്യണത് ഒരു ഏരിയൽ വഴിയാണ്. നമ്മൾ അല്ലെങ്കിൽ കോയാക്സിൽ കേബിൾ എന്നൊക്കെ പറയണ പോലെ ഒരു ഔട്ട്പുട്ട് നമ്മൾ ക്യാരി ചെയ്യുന്നത് ഈ ഒരു ഏരിയൽ വഴിയാണ്. അതിൻ്റെ ഒരു ഫ്രീക്വൻസി, അതിൻ്റെ ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് 1 to 100 kilometers ആണ്. ഇതിൽ 12.25 സെൻറ്റിമീറ്റർ. ഓരോ ആപ്ലിക്കേഷനും ഡിപ്പെൻഡ്സ് ഓൺ ദ റേറ്റ് ഓഫ് പെയിൻ ആൻഡ് പാർട്ട് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മുടെ ഷോൾഡർ പോലുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് 2 ജോയിന്റ് വരുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള പെയിനൊക്കെ മാറ്റണമെങ്കിൽ ഡോക്ടർ പറയും ഏത് തരത്തിലുള്ള ഡയതെർമി ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയും. അപ്പം ഇതിൽ മൈക്രോവേവ്, എന്തുകൊണ്ട് ഈ മൈക്രോവേവ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മൾ അൾട്രാസൗണ്ടിൽ പറഞ്ഞ പോലെ അൺഈവൻ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവില്ല. കാര്യം ഇതൊരു കോൺവെക്സ് ടൈപ്പിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ സർഫസ് ആണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് നമ്മൾ പറയാം. പെയിൻ റിലീഫ് ചെയ്യും ഒബ്വിയസ്ലി. പിന്നെ ഹീലിംഗ് ഓഫ് ഇൻഫെക്ഷൻസ് ഈസ് ഫാസ്റ്റ്. എയ്ഡ്സ് ഇൻ റിലാക്സേഷൻ, അത് റിലാക്സേഷൻ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മാഗ്നട്രോൺ എന്നാണ് മൈക്രോവേവ് ജനറേറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു ഇൻപുട്ട് എന്ന സോഴ്സ് എന്ന് പറയുന്നത് AC സപ്ലൈ ഉണ്ട്,
ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ഉണ്ട്, മാഗ്നട്രോൺ. ഇതൊരു കോയാക്സിയൽ കേബിൾ വഴിയാണ് എന്ത് ചെയ്യുക, ഇതിലേക്ക് കൊടുക്കുക, പേഷ്യൻറ്റിലേക്ക് കൊടുക്കുക. ജനറേറ്റ് ചെയ്യുന്ന മൈക്രോവേവ് ആൻറ്റിന അല്ലെങ്കിൽ ഒരു ഏരിയൽ വഴിയാണ് നമ്മൾ അതിലേക്ക് കൊടുക്കുക, പേഷ്യൻറ്റിൻ്റെ പാർട്ട് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് കൊടുക്കുക. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഓഫ് ദ മെഷീൻ ഈസ് സിമ്പിൾ. ഇതെല്ലാം കാര്യങ്ങളാണ്. Operation of the machine is simple, comfortable for all the patients, localized heat to small surface. അതായത് ഇപ്പോൾ റിസ്റ്റ് പോലുള്ള സ്ഥലങ്ങളിലും അല്ലെങ്കിൽ നീ പോലുള്ള സ്ഥലങ്ങളിലും, അതായത് ചെറിയ ലോക്കൽ പൊസിഷൻസിൽ പോലും ഇത് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ്. നോ ഓവർ ഹീറ്റിംഗ് ഇഫ് പ്രിക്കോഷൻസ് ആർ ഫോളോഡ്. അതായത് ആ ഒരു കറക്റ്റ് സെറ്റിങ്ങും കാര്യങ്ങളും വെച്ചിട്ടില്ലെങ്കിൽ മാത്രമാണ് ഓവർ. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നോട്ട് ഫോർ എ ഡീപ്പ് സ്ട്രക്ചേഴ്സ്. അതായത് വളരെ ഡീപ്പായിട്ടുള്ള ടിഷ്യൂസിൽ അല്ലെങ്കിൽ ടാർഗറ്റിൽ അല്ലെങ്കിൽ ഓർഗൻസിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു ഹീറ്റ് എത്തില്ല എന്നുള്ളതാണ്. ഹീറ്റ് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് ദ ജോയിന്റ്. ഒരു ജോയിന്റ് വരുന്ന ഭാഗങ്ങളിൽ, അതായത് മൾട്ടിപ്പിൾ ജോയിന്റ്സ് വരുന്നത് അല്ലെങ്കിൽ റിബ്സ് പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സ്റ്റേണം പോലുള്ള സ്ഥലങ്ങളിൽ, മൾട്ടിപ്പിൾ ജോയിന്റ്സ് ഉള്ള സ്ഥലങ്ങളിൽ ഇതൊരു ആപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ്. പിന്നെ റിസ്ക് ഓഫ് ബേൺ ഇഫ് ഇറ്റ് ഈസ് ഓവർ ഹീറ്റഡ്, അല്ലെങ്കിൽ ഒരു കൂടുതൽ എമൗണ്ട് വെക്കുകയാണോ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓവർ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുക, ബേൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ, ഇതാണ് ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. ഇപ്പോൾ ഇതിൽ കാണിച്ചേക്കുന്നത് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന മെഷീനാണ്. അതുമാതിരി തന്നെ മൈക്രോവേവ് ഡയതെർമി സിസ്റ്റം. ഈ മൈക്രോ ഡയതെർമി സിസ്റ്റത്തിൽ മാഗ്നട്രോണിൽ നിന്ന് എന്ത് ജനറേറ്റ് ചെയ്യുന്നു, മൈക്രോവേവ് ജനറേറ്റ് ചെയ്യുന്നു. അത് ഇങ്ങനെ ഒരു ലാമ്പ് ഷാഡോ പോലുള്ള സാധനമാണ് കാണിച്ചേക്കണത്. ഈ ലാമ്പ് ഷാഡോ പോലുള്ള സാധനത്തിൽ നമ്മൾ ഈവൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ് ഉണ്ടാവുക. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ ഒരു വേവ്സ്. ഇതിൽ 2.45 GHz ആണ് ഇതിൻ്റെ ഒരു റേഡിയേഷൻ. ഇതിപ്പോൾ പേഷ്യൻ്റെ ലെഗാണ് കാണിച്ചേക്കുന്നത്, ഈവൻ ആയിട്ടുള്ള ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി മൈക്രോവേവ് ഡയതെർമിയുടെ ഒരു പ്രിൻസിപ്പിൾ എങ്ങനെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ കേട്ടോ. മൈക്രോവേവ്സ് ജനറേറ്റ് ഹീറ്റ് ഇൻ ദ ബോഡി. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഈവൻലി വാം ഡീപ്പ് ടിഷ്യൂസ് വിതൗട്ട് ഹീറ്റിംഗ് ദ സ്കിന്നിനെ നമ്മൾ നേരത്തെ ഷോർട്ട് വേവ് ഡയതെർമിൽ എന്താ പറഞ്ഞത്, ഒരു ഡയറക്റ്റ് ഹീറ്റ് അപ്ലൈ ചെയ്യില്ല, ഒരു വെറ്റ് ടവൽസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടാണ്, ഇൻഡക്റ്റീവ് ആയിക്കോട്ടെ, കോയിൽ ടൈപ്പ് ആയിക്കോട്ടെ, അതായത് കപ്പാസിറ്റർ ടൈപ്പ് ആയിക്കോട്ടെ, അത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ആണെങ്കിൽ നമ്മൾ യാതൊരു പ്രിക്കോഷൻസ്, അതായത് ഹീറ്റ് ഡയറക്റ്റ് ബോഡി സർഫസിലാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോഴും ഈ ഒരു ഹീറ്റിംഗ് എഫക്റ്റ് കൊണ്ട് സ്കിൻ സർഫസ് ഡാമേജ് ആവില്ല എന്നാണ് പറയുന്നത്. ഈവൻലി വാം ഡീപ്പ് ടിഷ്യൂസ് വിതൗട്ട് ഹീറ്റിംഗ് ദ സ്കിൻ സിൻസ് ഇറ്റ് കനോട്ട് പെനിട്രേറ്റ് ഡീപ്പ് മസിൽസ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് വളരെ ഡീപ്പ് ടിഷ്യൂസിലേക്ക് ഇത് പോവില്ല, സബ്സിക്വന്റ് ലെവലിലേക്ക് പോകില്ല എന്ന്. അതായത് സബ്ക്യൂട്ടേനിയസ് ലെയറിലേക്ക് ഇതിനൊരു പരിധി വരെ മാത്രമേ എത്തിക്കാൻ കഴിയുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. It is best suited for areas that are closer to the skin such as shoulders. ഷോൾഡർ പോലുള്ള സ്ഥലങ്ങൾ, അതായത് സിംഗിൾ ജോയിന്റ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് വളരെ ആപ്ലിക്കബിൾ ആണ് എന്നാണ് ഈ പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ മൈക്രോവേവ് എന്താന്ന് പഠിച്ചു. മാഗ്നട്രോൺ ആണ് ജനറേറ്റ് ചെയ്യുന്നത്, ഇലക്ട്രോഡ്സ് വഴി കൊടുക്കുന്നു. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഡീപ്പ് സബ്സിക്വന്റ് ലെയറിലേക്ക് ഹീറ്റ് ചെല്ലില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അതർവൈസ് ഇറ്റ്സ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് ഡയതെർമി. ഇതാണ് ഈ മെഷീൻ കാണുന്നുണ്ടോ, ഇതാണ് ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെഷീനാണ്. കാണാനും വളരെ ക്യൂട്ടാണ്. ഇതിൽ നമ്മൾ എന്തായിരിക്കും, അൾട്രാസൗണ്ട് ആയിരിക്കും അല്ലേ. അൾട്രാസൗണ്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതെന്നറിയോ, പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ എന്നാണ് ജനറേറ്റ് ചെയ്യുക. ഈ പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറിനകത്ത് നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരുപാട് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ഉണ്ട്. അപ്പോൾ ഈ ക്രിസ്റ്റൽസ് മൂവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ക്രിസ്റ്റൽസിൻ്റെ ഷേപ്പ് ചേഞ്ച് ആവും. അങ്ങനെ അതിൻ്റെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവുന്ന സമയത്ത് ചെറിയ സൗണ്ട് ജനറേറ്റ് ചെയ്യും. ആ ഒരു സൗണ്ടിനെയാണ് നമ്മൾ എന്താന്ന് പറയുക, അൾട്രാസൗണ്ട് എന്ന് പറയാം. ഈ അൾട്രാസൗണ്ട് സിമ്പിളി നമ്മൾ പറയണമെങ്കിൽ, ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അതിനെ ഓഡിബിൾ ഫ്രീക്വൻസി എന്ന് പറയും. ഇഫ് ഇറ്റ് ഈസ് എബവ് ഓഡിബിൾ ഫ്രീക്വൻസി അതിനെ നമ്മൾ എന്താണെന്ന് പറയുന്നറിയോ, അൾട്രാസൗണ്ട് എന്ന് പറയാം.
ഓഡിബിൾ ഫ്രീക്വൻസി 2 to 20 കിലോഹെർട്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അൾട്രാസൗണ്ട് ആണെങ്കിൽ ഇഫ് ഇറ്റ് ദാറ്റ് ഈസ് എബോവ് ഫ്രീക്വൻസി അല്ലേ. നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻസിലേക്ക് പോവാം. ആദ്യം ഈ ബ്ലോക്ക് ഡയഗ്രാം കാണുന്നുണ്ടോ? ഇതിൽ പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ ആണ് അൾട്രാസൗണ്ട് ഉണ്ടാക്കുന്നത്. അതിനെ കൺട്രോൾ ചെയ്യുന്ന ബാക്കി കാര്യങ്ങളാണ് ഉള്ളത്. ടൈമർ ഉണ്ട്, ഇന്റൻസിറ്റി ആൻഡ് ഫ്രീക്വൻസി കൺട്രോൾ ഉണ്ട്, RF കൺട്രോൾ ഉണ്ട്, റേഡിയോ ഫ്രീക്വൻസി കൺട്രോൾ ഉണ്ട്. ഇതെന്താ ജനറേറ്റ് ചെയ്യുക? അൾട്രാസൗണ്ട് വേവ് ജനറേറ്റ് ചെയ്യുന്നു. പേഷ്യൻ്റെ പെയിനുള്ള ഭാഗത്തേക്ക് കൊടുക്കും കോൺസെൻട്രേറ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു തിയറി നമുക്കൊന്ന് അൾട്രാസൗണ്ട് ഡയത്തർമി യൂസസ് സൗണ്ട് വേവ്സ് ടു ട്രീറ്റ് ഡീപ് ടിഷ്യൂസ്. അപ്പോൾ ഇതിൽ മറ്റ് 2 ആപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഇതിന് എന്ത് പ്രത്യേകത ഉള്ളത്? അതിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സൗണ്ട് വേവ്സ് ടിഷ്യൂസ്, ഡീപ്പായിട്ടുള്ള ടിഷ്യൂസ്. അതായത് മറ്റ് 2 ഡയത്തർമി ആപ്ലിക്കേഷനെയും അതിൻ്റെ 2 ഡ്രോബാക്കിനെ ഓവർകം ചെയ്യുന്ന ഒരു പ്രത്യേകത ഏതിനുണ്ട്? അൾട്രാസൗണ്ടിനുണ്ട് അല്ലേ. ടു ട്രീറ്റ് ഡീപ് ടിഷ്യൂസ്, ഹീറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ദ വൈബ്രേഷൻ ടിഷ്യൂസ്. ഇത് ഹീറ്റ് എവിടെ? ടിഷ്യൂസിലേക്കാണ് കൊടുക്കുക. ടിഷ്യൂസിൽ എന്താ സംഭവിക്കുക? വൈബ്രേഷൻസ് സംഭവിക്കും. ഇനി പീസോ ഇലക്ട്രിക് എഫക്റ്റ് കൊണ്ടാണ് അല്ലെ, പീസോ ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസറിലാണ് അൾട്രാസൗണ്ട് ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി അതെങ്ങനെയാണ് അതിനകത്ത് സംഭവിക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു അക്കാഡമിക് ലെവലിൽ ഇവിടെ എഴുതിയിരിക്കുന്നു, അതൊന്ന് വായിക്കാം. ദ പീസോ ഇലക്ട്രിക് എഫക്റ്റ് കൺവേർട്സ് kinetic or a mechanical energy due to crystal deformation. Deformation എന്ന് പറഞ്ഞാൽ എന്താ? ഷേപ്പിംഗ് അല്ലേ, ക്രിസ്റ്റൽസിന്റെ ഷേപ്പ് മാറുന്നത്. ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദർ ആർ 1 or more quartz crystals called പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ്. ഇതിനകത്ത് ഒരുപാട് ക്രിസ്റ്റൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ക്രിസ്റ്റൽസിന് എന്തെന്ന് പറയാ? പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് പറയുന്നു. When an electric current is applied to these crystals, they change shape rapidly. അതിന്റെ ഷേപ്പ് മാറുന്നുണ്ട് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ. The rapid shape changes or vibration of crystals produce sound waves that travel outward. Outward എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു ഡീപ് സീറ്റഡ് ആയിട്ട് എന്തേ നമുക്കൊരു പോളിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു 5 minutes നമുക്ക് സ്റ്റുഡൻസിന് വേണ്ടി ഒരു പോളിംഗിന് വേണ്ടിയിട്ട് കൊടുക്കണം. അപ്പോൾ ഓൾ കാൻഡിഡേറ്റ്സ് പ്ലീസ് ലിസൺ. നമ്മുടെ ഒരു പോളിംഗ് നിങ്ങളുടെ സൈഡ് ബാറിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അവർ നിങ്ങൾ 2 ക്വസ്റ്റ്യൻസ് ഉള്ള ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്ത് എല്ലാവരും ഓൾ ഓഫ് എ സഡൻ സബ്മിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം സെക്ഷൻ. ഹലോ മിസ്. ഒരു 5 minute മിസ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. നെക്സ്റ്റ് ടോപ്പിക് പോകുമ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. Okay. All candidates, please listen.
ഓൾറെഡി കുറെ പേര് ചെയ്തിട്ടുണ്ട്, പോളിംഗ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനി റിമൈനിങ് സ്റ്റുഡൻസും കൂടി അതൊന്ന് ആൻസർ ചെയ്ത് തരിക. നമുക്ക് അറ്റൻഡൻസിന് വേണ്ടിയിട്ടാണ്, കമ്പൽസറി ആയിട്ട് പോളിംഗ് ചെയ്യണം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും. ഷീജ മിസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. ഓക്കെ ഓക്കെ മിസ്സേ. അപ്പം നമ്മൾ പറഞ്ഞിരുന്നത് അൾട്രാസൗണ്ട് എങ്ങനെ ജനറേറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ പഠിച്ചത് അല്ലേ. പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ വഴി ജനറേറ്റ് ചെയ്യുന്നു. അതിന് എന്ന് പറയുന്ന ടേബിൾ ഉണ്ട്, RF ഉണ്ട്, ഇന്റൻസിറ്റി ഉണ്ട്. അത് ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള ടിഷ്യൂസ്, സബ്സിക്വന്റ് ലെവൽ അല്ലാണ്ട് ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള ടിഷ്യൂസിലും ഹീറ്റ് ജനറേറ്റ് ചെയ്ത് പെയിൻ റിലീഫ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. മാറ്റി കഴിഞ്ഞാൽ മനസ്സിലാവും. ഹൈ സൗണ്ട് that travel deep into the tissues create gentle therapeutic heat. ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. തെർമൽ എഫക്ട്സ് ഓഫ് അൾട്രാസൗണ്ട് അപ്പോൺ ടിഷ്യൂ, ഇൻക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ, റിഡക്ഷൻ ഇൻ മസിൽ സ്പാസം. മസിൽ സ്പാസം എന്താന്ന് മനസ്സിലായോ? അതായത് നമുക്കിപ്പോൾ കാലൊക്കെ ഉളുക്കുമ്പോഴത്തേനും മസിൽ സ്പ്രെയിൻ ഉണ്ടായി എന്ന് പറയാം. ടെൻഡൻസ്, ലിഗമെന്റ്സ് ഒക്കെ കുറച്ചിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു, പിന്നെ കുറച്ചൊരു ബ്ലഡ് ഫ്ലോ റെഗുലറൈസ് ചെയ്യാത്തൊരവസ്ഥ, അതിനാണ് മസിൽ സ്പാസം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അൾട്രാസൗണ്ടിന്റെ ഒരു സീറ്റഡ് ആയിട്ടുള്ള ഹീറ്റിംഗ് എഫക്ട്, തെറാപ്യൂട്ടിക് എഫക്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ, റിഡക്ഷൻ ഇൻ മസിൽ സ്പാസം, പിന്നെ ഇൻക്രീസ്ഡ് എക്സ്റ്റെൻസിബിലിറ്റി പോലെ ഫൈബേഴ്സിന്റെ, അതായത് നമ്മുടെ മസിൽസിൽ ഓരോ ടെൻഡൻസിൽ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഇൻക്രീസ്ഡ് എക്സിബിലിറ്റി അതിന് സാധ്യമാവും എന്നാണ് പറയുക. ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ 1 MHz ഫ്രീക്വൻസിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അൾട്രാസൗണ്ട് പ്രോബ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം ഡീപ്പിലേക്ക് അത് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ എത്രത്തോളം ഏരിയ പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. It help reduce local swelling, chronic inflammation. വർഷങ്ങളായി, അതായത് എന്തെങ്കിലും കാലെവിടെയെങ്കിലും തട്ടുകയോ ഉളുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ക്രോണിക് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ലോങ് ടൈമുള്ള ഇൻഫ്ലമേഷൻസ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. പ്രൊമോട്ട് ബോൺ ഫ്രാക്ചർ ഹീലിംഗ്, ബോൺ ഫ്രാക്ചറിന്റെ ഹീലിംഗിന് പോസിബിൾ ആണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയാം. ഇറ്റ് ഈസ് സേഫ് ആൻഡ് കോമൺലി യൂസ്ഡ് ടു ട്രീറ്റ് വേരിയസ് കണ്ടീഷൻസ്. അതായത് ഇത് എക്സാമിൻ, അതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതിനെയാ, സോഫ്റ്റ് ടിഷ്യൂസിന്റെ ഇഞ്ചുറീസിന്, ടെൻസിന്, അക്യൂട്ട് ജോയിന്റ് സ്വെല്ലിംഗ്, അതായത് ഷോർട്ട് ആയിട്ടുള്ളതും അതായത് അക്യൂട്ട് ആയിട്ടുള്ളതും ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസ്, സ്വെല്ലിങ്ങും, മസിൽ സ്പാസം, ഇതെല്ലാം റെഡ്യൂസ് ചെയ്യാൻ ഈ അൾട്രാസൗണ്ട് എന്ന് പറയുന്ന മെഷീൻസിന് അൾട്രാസൗണ്ട് ഡയതെർമി ഇറ്റ്സ് വെരി ഗുഡ് എന്നുള്ളതാണ്. മോസ്റ്റ് മസിൽ ആൻഡ് ലിഗമെന്റ് ഇഞ്ചുറീസ് ക്യാൻ ബെനിഫിറ്റ് ഫ്രം തെറാപ്യൂട്ടിക് അൾട്രാസൗണ്ട്. കുറച്ചുകൂടെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് വേവ് ഡയതെർമി, മൈക്രോവേവ് ഡയതെർമി, either one they cannot എന്താണ് കവർ അപ്പ് ദീസ് സെറ്റിങ്സ് അല്ലേ. അപ്പോൾ ഈ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് അഡ്വാൻസ്ഡ് വേർഷൻ നമുക്ക് പറയാം. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് വേവ്സ്, ഹെവി ബോൺസ് എന്തും വേവ്സിനെ ബ്ലോക്ക് ചെയ്യുന്നു. അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ മൈക്രോവേവിലൊക്കെ പറഞ്ഞ പോലെ സിംഗിൾ ജോയിന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, ഷോൾഡർ പോലുള്ള സ്ഥലങ്ങളിൽ നമുക്കത് ആപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞു അല്ലേ. ഇതിൽ ഹെവി ആയിട്ട് പോലുള്ള വലിയ ബ്ലോക്കുള്ള വലിയ ബോണുള്ള സ്ഥലങ്ങളിൽ ഇത് അത്രത്തോളം ആപ്ലിക്കബിൾ അല്ല, ബോൺ ബ്ലോക്ക് ചെയ്യും അൾട്രാസൗണ്ടിനെ. ഇനി അതായത് ബോൺ, ഈ ഫെമറാണ് നമ്മുടെ ഏറ്റവും വലിയ ബോൺ, അതിൽ ബോൺ ഡെൻസിറ്റി, ബോൺ മിനറൽ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ അതെല്ലാം പാസ് ചെയ്തിട്ട് വേണം എന്ത് പോകാൻ, അൾട്രാസൗണ്ട് പോകാൻ. അപ്പോൾ അത് ബോൺ ബ്ലോക്ക് ചെയ്യുന്ന പറയുന്നത്. പിന്നെ ആർട്ടിഫാക്ട്സ് ആർ കോമൺ. ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അതായത് മൂവ്മെന്റ്, പേഷ്യന്റ് മൂവ് ചെയ്യുമ്പോഴുണ്ടാകുന്ന അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ നേരത്തെ മൈക്രോവേവിലും ഷോർട്ട് വേവിലൊക്കെ പറഞ്ഞപ്പോഴുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ അജണ്ടയിലെ ഫസ്റ്റ് കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു ഏതാന്ന് വെച്ചാൽ ഹീറ്റ് ആപ്ലിക്കേഷൻ, അത് തെറാപ്പിക് ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയുള്ളത്? ഷോർട്ട് വേവ്, മൈക്രോവേവ്, അൾട്രാസൗണ്ട്. ഒന്ന് മെമ്മറൈസ് ചെയ്യുക 1 മിനിറ്റേക്ക്. ഡിസഡ്വാൻറ്റേജ്, അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്യുക 1 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട്
നമ്മുടെ ഈ ഒരു ഹീറ്റ് ആപ്ലിക്കേഷൻ വെച്ച് സർജറി എങ്ങനെ ചെയ്യുന്നു ആണ്. അതിന് നമ്മൾ പറയുന്ന പേര് ഇലക്ട്രോ സർജിക്കൽ യൂണിറ്റ് എന്നാണ് പറയുക. ഇലക്ട്രോ സർജിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സർജറിയിൽ എന്തൊക്കെയാണ് പ്രൊസീജിയർ ആദ്യം വരിക? ഒന്ന് നമ്മൾ നോർമലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കട്ടിങ് ഉണ്ട്, കൊയാഗുലേഷൻ ഉണ്ട്. ഈ കൊയാഗുലേഷൻ, ഡെസിക്കേഷൻ, ഫൾഗറേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ എഫക്ട്സ് ആണ്. നമ്മൾ ഫസ്റ്റ് ഒരു സർജറി എന്ന് പറയുന്നത് എന്താ? ഓപ്പണിങ് അല്ലേ? ഒബ്വിയസ്ലി ഓപ്പണിംഗ് ആണ്. ഈ ഹീറ്റ് ഉപയോഗിച്ചിട്ട് സർജറി ചെയ്യുമ്പോൾ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സർജറിയാണ്. ഇത് മേജർ ആയിട്ടുള്ള വലിയ ഓപ്പൺ ഹാർട്ട് സർജറി പോലുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ഈ ഒരു ഇലക്ട്രോ സർജിക്കൽ യൂണിറ്റ് അത്രത്തോളം ആപ്ലിക്കബിൾ അല്ല. കാര്യം നമ്മൾ ഇവിടെ ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് കീറി മുറിച്ച് അങ്ങനെ എടുക്കേണ്ടി വരും. ഇത് സ്മോൾ ഇൻസിഷൻസ്, സ്കിൻ ടാക്സ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ സർജിക്കൽ ആപ്ലിക്കേഷൻസിലാണ് ഏത് ആപ്ലിക്കേഷൻസ് ചെയ്യുക, സർജിക്കൽ ആപ്ലിക്കേഷൻ ചെയ്യുക, പ്രൊസീജിയർ ചെയ്യുക. അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹീറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ സർജറി ചെയ്യാം. തെറാപ്പി കഴിഞ്ഞു, ഇനി അടുത്ത് നമ്മൾ സർജിക്കലിലേക്ക് കടന്നിട്ടുണ്ട്. ഇലക്ട്രോ സർജിക്കൽ യൂണിറ്റ്. ദി ഇലക്ട്രോ സർജിക്കൽ യൂണിറ്റ് cuts the tissue by heat created from a radio in the range 100 kilohertz to 5 megahertz. ആ ഒരു ഫ്രീക്വൻസി റേഞ്ച് എന്ന് കേട്ടോ, 100 മുതൽ 5 മെഗാഹെർട്സ് വരെ. ഇനി ഒരു സർജറി ചെയ്യുമ്പോൾ ആദ്യം എന്താ നമ്മൾ ഇൻസിഷൻസ്, ഇത് ചെയ്യുന്ന എന്ന് നമ്മൾ പറയുന്നത് ഇൻസിഷൻസ്. ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? കട്ടിങ് ഡീപ്പ് ഇൻ ടു ദ ടിഷ്യൂസ്, സർഫസ് ഗ്രോത്ത് അല്ലെങ്കിൽ സ്കിൻ ടാക്സ് പോലുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്യുന്നു. ദെൻ കൊയാഗുലേഷൻ, അതായത് ബ്ലഡ് ഫ്ലോ. ദെൻ ഡെസിക്കേഷൻ, ഡെസിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈയിങ് ടിഷ്യൂസ്. ഫൾഗറേഷൻ, അതായത് ചാറിങ് ടിഷ്യൂസ്. ഈ ഫൾഗറേഷനും എക്സിങ്ഷനും കൊയാഗുലേഷൻ ഈസ് ഓൾമോസ്റ്റ് ഇൻ ദ സെയിം കൈൻഡ് ഓഫ് ഫ്രീക്വൻസീസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് നമുക്കതൊന്ന് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് സർജിക്കൽ ഡയത്തർമി വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്കെമാറ്റിക് ആണ്. ഈ രണ്ട് കണ്ണൊക്കെ വെച്ചിട്ട് ഒരാൾ നിൽക്കുന്നില്ലേ, അതാണ് നമ്മുടെ ഹൈ കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന സാധനം. ഉണ്ടെന്ന് ആദ്യം ഞാൻ പറയാം. നമ്മുടെ ഇത് ഒരു OT ടേബിളാണ്, ഓപ്പറേഷൻ തിയേറ്റർ ആണെന്ന് വിചാരിക്കാം. ഇതിനകത്ത് ഹൈ കറണ്ട് ജനറേറ്റർ ഉണ്ട്. അതിൽ രണ്ട് ഉണ്ടോ, ഒന്നിതും ഒന്നിതും. രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്ന ആക്റ്റീവ് ഇലക്ട്രോഡ്, രണ്ടെന്ന് പറഞ്ഞാൽ റെഫറൻസ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ നമ്മൾ ഇൻഡിഫറൻറ്റ് ഇലക്ട്രോഡ്. ഈ ആക്റ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ വളരെ പിൻ പോയിന്റഡ് ആണ്. അതായത് ഹൈ ഫ്രീക്വൻസി കോൺസെൻട്രേറ്റഡ് ടു സിംഗിൾ പോയിന്റ് ആൻഡ് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ. കണ്ടോ? അത് കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് കവർ അപ്പ് ബൈ ദ ഡിഫറെൻറ്റ് ഇലക്ട്രോഡ്. അത് കുറച്ച് ലാർജ് ഏരിയ ഉള്ള ഒരു ഇലക്ട്രോഡാണ്. അത് പേഷ്യൻ്റ് അടിയിലാണ് വെക്കുക. ഇത് OT ടേബിൾ പേഷ്യൻ്റ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ഈ ഒരു രണ്ട് കണ്ണ് കാണുന്നില്ലേ, അതെന്ന് പറയുന്നത് കൺട്രോളാണ് കാണിക്കുന്നത്, ഇൻറ്റൻസിറ്റി കൺട്രോൾ. ഇത് കട്ടിങ്ങിൻ്റെയും കാണിക്കുന്നുണ്ട്, കൊയാഗുലേഷൻ്റെ കാണിക്കുന്നുണ്ട്, പാത്ത് വേ കാണിക്കുന്നുണ്ട്, കറണ്ടിൻ്റെ പാത്ത് വേ കാണിക്കുന്നുണ്ട്. ഇതുവഴി ആക്റ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകുന്നു. അവിടെ നിന്ന് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് വരുന്ന ഹീറ്റിംഗ് എഫക്റ്റ് ഏതിലേക്ക് വരുന്നു? ഇൻഡിഫറൻറ്റ് ഇലക്ട്രോഡ് വഴി തിരിച്ച് മെഷീൻ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇത് കുറച്ച് ഇങ്ങനെ ഫണ്ണി ആയിട്ടുള്ള സ്കെമാറ്റിക് ഒന്ന് ഞാൻ വിചാരിക്കുന്നു. കാൺപൂർ, റെഫർ കാൺപൂർ. ഓക്കെ, കാൺപൂരിലും ഈ ഒരു സെയിം ഫിഗർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവാം. ഇനി ഇലക്ട്രോണിൽ എന്തൊക്കെ കമ്പണൻസ് ഉണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറേറ്റർ ആൻഡ് ഹാൻഡ് പീസ്. ഹാൻഡ് പീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ആ ഒരു ആക്റ്റീവ് ഇലക്ട്രോഡ് വെച്ചേക്കുന്നില്ലേ കൈ പിടിച്ചിട്ട്, അത് തന്നെയാണ് ഹാൻഡ് പീസ് എന്ന് പറയാം. വിത്ത് 1 or more ഇലക്ട്രോഡ്സ് അല്ലേ, അതൊരു ഇലക്ട്രോഡാണ്, അത് ഹാൻഡ് പീസ് ആണ്. ദ ഡിവൈസ് ഈസ് കൺട്രോൾഡ് യൂസിങ് എ സ്വിച്ച് ഓൺ ദ ഹാൻഡ് പീസ് ഓർ എ ഫുട്ട് സ്വിച്ച്. ഫുട്ടുണ്ട് ഇവിടെ ഡോക്ടേഴ്സ് ഒന്ന് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഈ ഒരു ഇത് ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് ഇവിടെ ഒരു ഫുട്ട് സ്വിച്ച് വെച്ചിട്ടുണ്ട്. ആ ഫുട്ട് സ്വിച്ച് ആക്റ്റീവ് ആക്കിയിട്ട് ഈ ഫുട്ട് സ്വിച്ച് ആക്റ്റീവ് ആക്കുമ്പോൾ ഇതൊന്ന് കറണ്ട് ഇത് കറണ്ട് ഇതുവരെ എത്തും. പിന്നെ ഡോക്ടർ ഇത് പുഷ് ചെയ്യുമ്പോഴാണ് കറണ്ട് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്തിട്ട് പേഷ്യന്റ് ബോഡിയിലേക്ക് വരിക. മനസ്സിലായോ? രണ്ട് തരത്തിലുള്ള ഓപ്പറേഷൻസ് ആണ് ഉള്ളത്.
അതായത് മോഡ് ഓഫ് ഓപ്പറേഷൻസ്, അതായത് മോണോപോളാർ ഇലക്ട്രോ സർജറി ഉണ്ട്. മോണോപോളാർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 തരം ഇലക്ട്രോഡ്സ് ഉണ്ട് അല്ലേ? ആക്റ്റീവ് ഇലക്ട്രോഡ്, ഇൻഡിഫറൻറ്റ് ഇലക്ട്രോഡ്. ഈ ആക്റ്റീവ് ഇലക്ട്രോഡിൽ കൂടെ ഹൈ ഇൻറ്റൻസിറ്റി കറണ്ട് വരുന്നു, റെഫറൻസ് ഇലക്ട്രോഡ് വഴി തിരിച്ച് അതിലേക്ക് പോകുന്നു, മെഷീനിലേക്ക് പോകുന്നു. അപ്പോൾ ഈ സ്കെമാറ്റിക്കലിൽ കാണിച്ചേക്കുന്ന മോണോപോളാർ ഓപ്പറേഷൻ ആണ്. അതായത് മോണോ മീൻസ് ഇലക്ട്രോഡ് ഫങ്ഷനിങ് ആണ് മോണോപോളാർ ഇലക്ട്രോഡ്. അതായത് ഒരു ഇലക്ട്രോഡ് ഒരു ചാർജാണ് ഹോൾഡ് ചെയ്യുക. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഇതൊരു മോണോപോളാർ ഓപ്പറേഷൻ ആണ്. ഇതിങ്ങനെ ഒരു ആക്റ്റീവ് ഇലക്ട്രോഡിന് ഒരു ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നു, റെഫറൻസിന് ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്തായി? മോണോപോളാർ ആപ്ലിക്കേഷനായി. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ്. അപ്പം മോണോപോളാർ ഉണ്ട്. അതില് monopolar electrosurgery is used to apply the electrosurgical energy to the target tissue to achieve desired surgery. The current then passes through the patient and a return pad to the EC generator to complete the circuit. ആ സൈക്കിൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക അല്ലേ? നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ ഒന്ന് മനസ്സിലാവുണ്ടോ? ബൈപോളർ എന്താണ്, മോണോപോളർ എന്താണെന്നുള്ളത്? ഇത് കണ്ടോ, ഇവിടെ നിന്ന് മെഷീനിൽ നിന്നൊരു ഇലക്ട്രോഡ് വരുന്നു, കഴിഞ്ഞിട്ട് ഒരു റെഫറൻസ് ഇലക്ട്രോഡ് വഴി തിരിച്ച് ഇവിടെ ഒരു ഡിസ്പേഴ്സൺ കഴിഞ്ഞിട്ട് അത് തിരിച്ച് ഇതിലേക്ക് പോകുന്നു. ഇനി ബൈപോളർ ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ്. ബൈപോളർ ആണെങ്കിൽ സിംഗിൾ ഇലക്ട്രോഡേ ഉപയോഗിക്കുള്ളൂ. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഇലക്ട്രോഡിൽ ഒരു ഭാഗം ആക്റ്റീവ് ഇലക്ട്രോഡായിട്ടും മറ്റായിട്ട് ഉപയോഗിക്കും. ഇറ്റ്സ് ലുക്ക് ലൈക്ക് നമ്മൾ ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ ഗേൾസ് ഒക്കെ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ പുരികമൊക്കെ പ്ലക്ക് ചെയ്യുന്നതല്ലേ, അതുപോലത്തെ സാധനമാണ്. ഫോർസെപ്സ് പോലെ ഇരിക്കും ഇരിക്കുന്നു അതേപോലെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ബൈപോളാർ ഇലക്ട്രോ സർജറി both the active electrode and the return electrode functions are performed at the surgery. Two tips of the forceps from the active and the return electrode അതായത് ഈ 2 ഇലക്ട്രോഡിന്റെ സൈഡും, ഒരു സൈഡ് ആക്റ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡും മറ്റു സൈഡ് എന്തായിട്ടും റെഫറൻസ് ആയിട്ടും വർക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. ഓൺലി ദ ടിഷ്യൂ ഗ്രാസ്പ്ഡ് ഇൻ ദ ഫോർസെപ്സ് ഈസ് ഇൻക്ലൂഡഡ് ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അപ്പോൾ ഇതിൽ ഒരു ടിഷ്യൂ നമ്മളിങ്ങനെ പിടിച്ചെടുക്കുമ്പോഴാണ് ആ ഒരു സർക്യൂട്ട് ക്ലിയർ ആയ അങ്ങനെ. അതായത് ഓൺലി ദ ടിഷ്യൂ ഗ്രാസ്പ്ഡ് ഇൻ ദ ഫോർസെപ്സ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അപ്പോൾ അതൊരു ക്ലോസ്ഡ് സർക്യൂട്ടായിട്ട് മാറി. ഇനി ഒരു ഫ്രീക്വൻസി റേഞ്ചാണ് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി 200 കിലോ to 3.3 megahertz. ബാക്കിയുള്ള ഫ്രീക്വൻസി, all the frequencies come in one umbrella, right? So നമ്മുടെ 50 ഹെർട്സ് പറയുകയാണെങ്കിൽ നമ്മുടെ ഹൗസ് ഹോൾഡ് ആപ്ലിക്കേഷൻ, നമ്മൾ മുടിയൊക്കെ ഉണക്കാൻ വേണ്ടി ഉപയോഗിക്കില്ലേ, ആ ഒരു ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഹെയർ ഡ്രയർ ഒക്കെ അതെന്ന് പറയുന്ന ഹൗസ് ഹോൾഡ് ആപ്ലിക്കേഷനിൽ. പിന്നെ മസിൽ ആൻഡ് നെർവ് സ്റ്റിമുലേഷൻ, നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ടെൻസ് എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ക്യൂട്ടേനിയസ് പെയിൻ സ്റ്റിമുലേഷൻ, അതിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മസിൽ ആൻഡ് നെർവ് സ്റ്റിമുലേഷൻ. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന 100 ഹെർട്സിനാണ്. ടെൻസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് മെമ്മറൈസ് ചെയ്യുക. അത് ഇത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന AM റേഡിയോ, അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 550 to 1550 റേഞ്ചിൽ നമുക്ക് കിട്ടുക. ടെലിവിഷൻ ആണെങ്കിലോ 54 to 880 മെഗാഹെർട്സ് റേഞ്ചിലേക്ക് പോയി അല്ലേ. നമുക്ക് മനസ്സിലാക്കി ഇരിക്കേണ്ടത് ഇലക്ട്രോ സർജറി എത്ര ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. 200 കിലോ ഹെർട്സ്, 3.3 മെഗാഹെർട്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇലക്ട്രോ സർജറി യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു, ആക്റ്റീവ് ഇലക്ട്രോഡ് എന്താണെന്ന് മനസ്സിലായി, ഇൻഡിഫറൻറ്റ് ഇലക്ട്രോഡ് എന്താണെന്ന് മനസ്സിലായി. 2 തരം ഓപ്പറേഷൻസ് ഉണ്ട്, മോണോപോളാർ ആൻഡ് ബൈപോളാർ. ഇനി പറയുന്നത് അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സാണ്. എന്തൊക്കെ പ്രൊസീജിയറാണ് സർജിക്കൽ യൂണിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കട്ടിങ്. നമ്മൾ നേരത്തെ 4 കട്ടിങ്, കൊയാഗുലേഷൻ, ഡെസിക്കേഷൻ, ഫൾഗറേഷൻ. അതിനകത്ത് എന്തൊക്കെ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ പോവാം.
ഈ ഒരു വേവ് ഫോം റേഞ്ച് ആയിരിക്കും നമുക്ക് അതിൻ്റെ ഒരു റെസ്പോൺസ് കിട്ടുക. എന്താണ് കട്ടിംഗ് എന്ന് പറഞ്ഞാൽ? ഹൈ ഹീറ്റ് ഇവിടെ കണ്ടോ, വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോഡാണ് ഇത്. നമ്മുടെ സ്കിൻസ് ആണ് കണക്കാക്കുക. അപ്പോഴുണ്ടാകുന്ന ഒരു എഫക്റ്റ് എന്താണെന്നാണ് പറയുന്നത്. എ കോമ്പിനേഷൻ ഓഫ് എ ഫൈൻ വയർ ഇലക്ട്രോഡ്, ഹൈ റേഡിയോ ഫ്രീക്വൻസി വോൾട്ടേജ് ആൻഡ് ഹൈ കട്ടിംഗ് ഫോർ അലൈൻമെന്റ് ഓഫ് ടിഷ്യൂ ഡിസ്ട്രക്ഷൻ ഇൻ ഇലക്ട്രോ സർജറി. അതായത് ഒരു ടിഷ്യൂ ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഹൈ റേഡിയോ ഫ്രീക്വൻസി മാത്രമല്ല, ഫൈൻ വയർ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇത് വേണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? സറൗണ്ടിങ് ടിഷ്യൂസിനെ ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള നെക്സ്റ്റ് സബ്സിക്വൻറ്റ് ലെവലിലേക്ക് ഇത് എഫക്റ്റ് ആവും. നമുക്ക് വേണ്ടത് എന്താ? വളരെ നമ്മുടെ പട്ടണത്തിൽ മാത്രം മതി. അപ്പോൾ വളരെ ഫൈനായിട്ടുള്ള ഇലക്ട്രോഡും വേണം, ഹൈ റേഡിയോ ഫ്രീക്വൻസി വോൾട്ടേജും വേണം. അപ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ഈ ഒരു എഫക്റ്റ് ഉണ്ടാവും. These parameters are a great value in microsurgery since a localization of electrosurgical effects would be accompanied by coagulation and hemostasis. അതായത് നമ്മുടെ ഒരു ജനറലായിട്ട് പറയണമെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? നമ്മുടെ ബോഡിയിൽ നമുക്ക് ബേണൊക്കെ ഉണ്ടാവില്ലേ? ബേണൊക്കെ എങ്ങനെയാണ് സംഭവിക്കാന്നറിയോ? നമ്മുടെ ഒരു സെല്ല് എടുക്കുക, ആ സെല്ലിൽ നമ്മളൊരു ഹീറ്റിംഗ് എഫക്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ സെല്ലിൽ ഇൻസൈഡ് ഒരു സൊല്യൂഷൻ ഉണ്ട്, ഹൈ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഈ സെല്ലിൻ്റെ ഔട്ട്സൈഡ് ഇൻസൈഡുള്ള സൊല്യൂഷൻസ് ഇല്ലേ, അതങ്ങ് ഡ്രൈ ആവും. അതിൻ്റെ ടോൺ എന്ന് പറയും, TORN, ടോൺ ആവും. സെൽസിൻ്റെ ടോൺ എഫക്റ്റ് ആണ് അത്. പിന്നീട് അത് സെൽ ഡിസ്ട്രക്ഷനിലേക്ക്, അതായത് റപ്ചർ ചെയ്യും, സെല്ലെല്ലാം റപ്ചർ ചെയ്ത് സെൽ ഡിസ്ട്രക്ഷൻ ഉണ്ടായി. അങ്ങനെയാണ് ഈ ഒരു കട്ട് ഉണ്ടാവുക കേട്ടോ. ഇവോൾവ് സ്റ്റീം ബബിൾസ്, നമ്മൾ ഇത് കൊടുക്കുന്ന സമയത്ത് സ്റ്റീം ബബിൾസ് ഉണ്ടാവും ഇൻ ടിഷ്യൂസ് അറ്റ് ദ സർജിക്കൽ ടിപ്പ്, കണ്ടിന്യൂസ്ലി റപ്ചർ ദ ടിഷ്യൂ ആൻഡ് റെസ്പോൺസിബിൾ ഫോർ കട്ടിംഗ് മെക്കാനിസം. അതാണ് സംഭവിക്കുക അതിനകത്ത്. ഇതാണ് ഒരു വോൾട്ടേജ് ടൈം. ഈ ഒരു ഇതിൽ കൊടുക്കുകയാണെങ്കിൽ കറണ്ടിന്റെ വേവ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹീറ്റിംഗ് എഫക്റ്റ് കൊടുക്കുകയാണ് അല്ലേ? അതെ, നിങ്ങൾക്ക് ആ ഇലക്ട്രോഡ് കാണുമ്പോൾ ഇതിൻ്റെ ഒരു സർഫസിലുള്ള ഒരു എഫക്റ്റ് കാണുന്നുണ്ടോ? ഈ ഒരു എഫക്റ്റാണ് കൊടുക്കുക. ഇതാണ് അതിൻ്റെ ഒരു വേവ്. Electrosurgical coagulation of tissue is caused by the high frequency current flowing through the tissue and heating it locally, so it coagulation from inside. ഒരു ടോണിൻ്റെ എഫക്റ്റ് കിട്ടും. മാത്രമല്ല ഇവിടെ എന്താ സംഭവിക്കുന്നറിയാം? നമ്മുടെ കട്ടിങ്ങിന് മുമ്പ് ഒരു ഗ്രേയിഷ് വൈറ്റ് കളർ ഡിസ്കളറേഷൻ ഉണ്ടാവും. അതായത് നമ്മൾ ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള ടിഷ്യൂസിലൊക്കെ ഹൈ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് കട്ടിങ് ഉണ്ടാവുന്നതിന് മുമ്പ് അതൊരു ചാര നിറത്തിലുള്ള ഒരു വൈറ്റ് മസിൽസിലും അല്ല ടിഷ്യൂ സൈഡ്സിൽ എന്താ ഉണ്ടാവുക? ഗ്രേയിഷ് വൈറ്റ് ഡിസ്കളറേഷൻ ആണ് എഡ്ജ് ഓഫ് ദ ഇലക്ട്രോഡ് ഉണ്ടാവുക. ഇൻ കൺട്രാസ്റ്റ് ദ ക്വാർട്ടറി മെഷീൻ എന്നും പറയും. Better coagulation can be achieved by high frequency current because it does not cause superficial burning. അതായത് ഒരു ബേണിംഗ് ഉണ്ടാവില്ല, പക്ഷെ ഒരു ഗ്രേയിഷ് വൈറ്റ് കളർ ഡിസ്കളറേഷൻ അവിടെ ഹാപ്പൻ ചെയ്യും. ഇൻ വിച്ച് മോഡ്? കോയാഗുലേഷൻ മോഡ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫൾഗറേഷൻ. ഓരോ ഇതിൻ്റെ എഫക്റ്റ് നിങ്ങൾ കണ്ടോ? ഇത് കണ്ടോ? ഈ ഒരു എഫക്റ്റാണ് ഇതിൽ ഈ ഒരു എഫക്റ്റാണ് കിട്ടുന്നത്. ഇത് കുറച്ച് ലാർജ് ഏരിയ കവർ ചെയ്യുന്നത് പോലെ തോന്നല്ലേ? The term fulguration refers to superficial destruction. Yes, superficial ആയിട്ടുള്ള കാണാൻ പറ്റുന്ന സർഫസ് തരത്തിലുള്ള ടിഷ്യൂ ഡിസ്ട്രക്ഷൻ ആണ് ഹാപ്പൻ ചെയ്യുന്നത്. സീറ്റഡ് ടിഷ്യൂസ്, ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള, ഇത് നമ്മൾ സ്കിൻ സർഫസ് ആണെന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള ടിഷ്യൂസിനല്ലാണ്ട് സർഫസിലുള്ള സൂപ്പർഫിഷ്യൽ എന്ന് പറയും നമ്മൾ, അതിനെ ഡിസ്ട്രക്ട് ചെയ്യും. This is undertaken by passing sparks from the needle or a ball electrode of a small diameter to the tissues. ഇതിൻ്റെ ടിപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ, ബോൾ. അപ്പോൾ എന്താ? സ്പാർക്ക് ജനറേറ്റ് ചെയ്തിട്ട് ഈ ഏരിയ കവർ ചെയ്യും. When the electrode is held near the tissues without touching it, the electric arc is produced, whose heat dries out the tissues. അപ്പോൾ ഈ ഒരു ടിഷ്യൂസ് ഈ ഒരു എഫക്റ്റ് കൊടുക്കുമ്പോൾ എന്താ ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ടിങ്ങിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു ഡ്രൈ ഔട്ട് നടക്കുന്നുണ്ട് ഈ ഫൾഗറേഷൻ പ്രൊസീജിയറിൽ. ഫൾഗറേഷൻ പെർമിറ്റ്സ് ഫിസ്റ്റുലാസ് ആൻഡ് റെസിഡ്യൂൽ സിസ്റ്റ്
അതായത് നമ്മുടെ സ്കിൻ ടാക്സ് ഒക്കെ ഇല്ലേ, അതിനെയാണ് റെസിഡ്യൂൽ സിസ്റ്റം എന്നൊക്കെ പറയുക. ടു ബി കോട്ടറൈസ്ഡ്, ഇങ്ങനെ നമ്മൾ റിമൂവ് ചെയ്ത് കരിച്ച് കളയില്ലേ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് കോട്ടറൈസ് ചെയ്യാന്ന് പറയും. ആൻഡ് മൈനർ ഹെമറേജ് ടു ബി സ്റ്റോപ്ഡ്. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബ്ലീഡിങ്, ചെറിയ തരത്തിലുള്ള ബ്ലീഡിങ്ങും കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഒരു മിനിറ്റ്, നെക്സ്റ്റ് എന്താണ്? ഡെസിക്കേഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ മുമ്പ് വരുന്ന കൊയാഗുലേഷൻ ഉണ്ട്. അതായത് ഡ്രൈ ഔട്ട് ചെയ്യുക, പിന്നെന്ത് ചെയ്യുക, ഗ്രേഷ് വൈറ്റ് കളർ ഉണ്ടാവുന്നു. അത് കഴിഞ്ഞിട്ടാണ് കട്ടിങ് വരിക. ഇപ്പോൾ ഡെസിക്കേഷൻ ആണ് നമുക്ക് നോക്കുക. നെക്സ്റ്റ് എഫക്റ്റ് ആണ്. ഡെസിക്കേഷനിലും നീഡിൽ ടൈപ്പുള്ള നീഡിൽ പോയിന്റ് ഇലക്ട്രോഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ദേ ആർ സ്റ്റക്ക് ഇൻ ടു ദ ടിഷ്യൂസ് ആൻഡ് ദെൻ കെപ്റ്റ് സ്റ്റഡി. ഡിപ്പെൻഡിങ് ഓൺ ദ ഇന്റൻസിറ്റി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദ കറന്റ്, എ ഹൈ ലോക്കൽ increase obtained. The tissue changes due to drying out and limited coagulation. അതായത് ഒരു ഫോം ആയിരിക്കും. കൊയാഗുലേഷനും ഫൾഗറേഷൻ്റെ ഒക്കെ ഒരു ബ്ലെൻഡഡ് ഫോമാണ്. ഇറ്റ് വിൽ അഫക്ട് ഡീപ്പ് ഇൻ ടു ദ ടിഷ്യൂസ് അല്ലേ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ നീഡിൽ പോയിന്റ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് ആണ് ഉപയോഗിക്കുക. ഷീജ മിസ്, എക്സ്ക്യൂസ് മീ, പറയും മിസ്സേ. നമുക്കൊരു 5 minutes മോറേ ഉള്ളൂ. മിസ് ഒന്ന് അതനുസരിച്ച് ഇതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ്. ഇലക്ട്രോ സർജിക്കൽ യൂണിറ്റ് ഉപയോഗിക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ്. ഒബ്വിയസ്ലി നോ ഹൗ ടു യൂസ് ദ എക്യുപ്മെന്റ് അല്ലേ. നമ്മുടെ ഹോസ്പിറ്റൽസിൽ വരുന്നതിനാ ക്വാളിറ്റി കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഫസ്റ്റ് എയിം ചെയ്യുന്ന ഏതാണെന്നറിയോ? സേഫ്റ്റി കൺസേൺസ് ആണ്. പേഷ്യന്റിന് ക്വാളിറ്റി കെയർ കൊടുക്കണമെങ്കിൽ, ബെറ്റർ പേഷ്യന്റ് കെയർ കൊടുക്കണമെങ്കിൽ സേഫ്റ്റി കൺസേൺസ് ഈസ് ദയർ. സേഫ്റ്റി പ്രിക്കോഷൻസ് വി നീഡ് ടു ടേക്കൺ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇലക്ട്രോ സർജിക്കൽ യൂണിറ്റ് സ്പെസിഫിക്കലി ഒരുപാട് എൻ്റെ ഹോസ്പിറ്റൽ അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് ബേൺസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മെഷീൻസ് ആണ്. കാര്യം പേഷ്യന്റ് അൺകോൺഷ്യസ് സ്റ്റേജ്, ഡോക്ടർ ഹീറ്റ് കൊടുത്തോണ്ടേ ഇരിക്കും. പേഷ്യന്റ് ഇൻഡിഫറെന്റ് ഇലക്ട്രോഡ് ഈസ് നോട്ട് ഇൻ ദ, അതായത് റെഫറൻസ് ഇലക്ട്രോഡ് ഈസ് നോട്ട് ഇൻ ദ പ്രോപ്പർ പൊസിഷൻ. The patient gets shocked during the surgery. If it long time അല്ലെങ്കിൽ ലോങ് ടേം പ്രൊസീജിയർ ആണെങ്കിൽ പേഷ്യന്റ് ഇങ്ങനെ ഹീറ്റ് അല്ലെങ്കിൽ ഷോക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് പേഷ്യന്റിന് ഇവിടെ വലിയൊരു പുറകിൽ വലിയൊരു ബേൺ ഉണ്ടാക്കുകയും ചെയ്യും ഈ സ്പൈൻ പൊസിഷനിലേ. അപ്പോൾ പേഷ്യന്റ് അത് പറയാനും പറ്റില്ല, ബിക്കോസ് പേഷ്യന്റ് ഈസ് ഇൻ ദ കോമ സ്റ്റേജ്. അങ്ങനെയുണ്ട്. അപ്പോൾ ഫസ്റ്റ് വി നീഡ് ടു ചെക്ക് ഓൾ ദ ഉള്ളതാണ്. സേഫ്റ്റി പ്രിക്കോഷൻസ് നമുക്ക് പറയുകയാണെങ്കിൽ നോ ഹൗ ടു യൂസ് ദ എക്യുപ്മെന്റ്, ബി മൈൻഡ്ഫുൾ, അതായത് പ്രസൻസ് ഓഫ് മൈൻഡ് വേണം വൈൽ യൂസിങ് ദ എക്യുപ്മെന്റ്. അവോയ്ഡ് സ്കിൻ ടു സ്കിൻ കോൺടാക്ട് പോയിന്റ്സ്, സ്കിൻ ടു കോൺടാക്ട് ഒഴിവാക്കുക. അവോയ്ഡ് യൂസിങ് അറൌണ്ട് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഇലക്ട്രിക്കൽ ഡിവൈസസ്, അതായത് കണക്ട് എഫക്റ്റീവ് ആവാൻ സാധ്യതയുള്ള എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഇലക്ട്രിക്കൽ ഡിവൈസസ് ഒഴിവാക്കുക. അവോയ്ഡ് കോൺടാക്ട് വിത്ത് മെറ്റൽ. ഇൻസ്റ്റാൾ എ സ്മോക്ക് ഇവാക്വേഷൻ സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കട്ടിങ് എഫക്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ടിഷ്യൂസിനെ നമ്മൾ എന്താ പറയുക, ഹൈ ഹീറ്റ് കൊടുത്ത് ബേൺ ചെയ്ത് അതിൻ്റെ സെൽസ് എല്ലാം ഡ്രൈസ് ഔട്ട് ചെയ്ത് റപ്ചർ ചെയ്തിട്ടാണ് ഡിസ്ട്രക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സ്മോക്ക് ജനറേറ്റ് ചെയ്യും അല്ലേ. ബ്ലഡ്ലെസ് സർജറിയുമാണ്. അപ്പോൾ ആ ഒരു സ്മോക്ക് ഇവാക്വേഷൻ സിസ്റ്റം അവിടെ പ്ലേസ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാം. ഇഞ്ചുറി ബോൺസ് ടു ബോത്ത് പേഷ്യൻ്റ് ആൻഡ് സ്റ്റാഫ് ക്യാൻ കെയർനെസ്. റിസ്ക് ഉണ്ട് ഈ ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ ഡോക്ടറിന്. അതായത് ഇംപ്രോപ്പർ പൊസിഷനിങ് ഓഫ് ഇലക്ട്രോഡ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ടൈം പറയാം. ഒരു ചില മെഷീൻസ് പ്രോപ്പർ പൊസിഷൻ അല്ല എങ്കിൽ, അല്ലെങ്കിൽ വേറൊരു സാധ്യത ഷോക്ക് ഉണ്ടാവാനെന്ന് വെച്ചാൽ നേഴ്സസ് പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്യും. വൈപ്പ് ചെയ്യുന്ന സമയത്ത് ബീറ്റാഡിൻ പോലുള്ള വാട്ടർ കണ്ടന്റ് അവിടെ തങ്ങി നിൽക്കും. പ്രോപ്പറായിട്ട് അവർ ക്ലീൻ ചെയ്യണമുണ്ടാവില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ടേബിളിൽ പേഷ്യൻ്റ് കിടക്കുന്ന ആ ഒരു ടേബിളിൽ കിടക്കുന്ന സമയത്ത് പേഷ്യൻറ്റിന് ഒന്നും പറയാൻ കഴിയില്ല. ആ പേഷ്യൻ്റെ ഈ ബീറ്റാഡിൻ പോലുള്ള സാധനങ്ങൾ കെട്ടി നിൽക്കുകയാണെങ്കിൽ കറണ്ട് വരുന്ന നേരെ എന്ത് ചെയ്യും? ഇതിലേക്ക് വാട്ടർ ഈസ് എ ഗുഡ് കണ്ടക്ടർ അല്ലേ, ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് അങ്ങ് പോകും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ബോൺസ് ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിന്ന് പറയാനുള്ളത്. നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷൻ പറഞ്ഞു, സർജിക്കൽ ആപ്ലിക്കേഷൻ പറഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ ഇപ്പം തന്നെ പറയാം.
അല്ലെങ്കിൽ ഈ ചാറ്റ് ബോക്സിൽ phone number ഉണ്ട്. If in case anybody has any doubt, please feel free to ask me. Thank you for watching. Thank you for listening. Hope everyone get an idea about what I said എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഷിജ മിസ്, കറന്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും റൈസ് ആയിട്ടില്ല. ഐ ഹോപ്പ് എവറി ഈസ് ക്ലിയർ ടു യു, ക്ലിയർ ടു ഓൾ പാർട്ടിസിപ്പൻസ്. Okay. Okay, miss. Thank you. ഓക്കെ, നമുക്കെന്നാ വൈൻഡ് അപ്പ് ചെയ്താലോ മിസ്സേ? Okay, ആയിക്കോട്ടെ മിസ്. Okay. Thank you, Shija Miss, for your informative section. Thank you all participants for attend this section curiously, and also thank you Vinay sir for hosting this section. Once more, thanks all. Thank you. Thank you very much. Thank you. Have a nice day. Bye. Okay, leave here. Okay, miss. Thank you.